ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നാഗർകോവിലാണ്. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം. ഇന്നലെ രാത്രി ഇവിടെ എത്തി. കന്യാകുമാരി പോകാനുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ഇന്നലെ എന്തൊരു മഴയായിരുന്നെന്നറിയോ, രാത്രി 11:30. അതോടുകൂടി കന്യാകുമാരി പോകാനുള്ള പ്ലാനൊക്കെ വിട്ടു. സൺറൈസ് മാത്രമായിരുന്നു എനിക്ക് കാണാൻ ഉദ്ദേശം. അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം ബസ് കയറിയിട്ട് തക്കലൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. ബൈ ദ വേ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം എൻ്റെ സുഹൃത്ത് വൈശാഖും ഉണ്ട്. തക്കലയിലുള്ള പത്മനാഭപുരം കൊട്ടാരം 16-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞ വർഷം 1601 ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ ഒരു കൊട്ടാരം പണിതതായിട്ട് കരുതപ്പെടുന്നത്. ആ സമയത്ത് ഇതിനെ കൈക്കുളം പാലസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് വർഷം 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ ഒരു പാലസ് പുതുക്കി പണിതു. പണ്ട് കാലത്ത് ഒരുപാട് സിനിമകളും സീരിയലുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരള ചരിത്രത്തോട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നാഗർകോവിൽ ഭാഗത്തുനിന്ന് വരികയാണെങ്കിലോ എങ്ങനെയാണെങ്കിലും തക്കലൈ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു 20 രൂപ ഓട്ടോ ചാർജിനുള്ള അത്രയും ദൂരം ഈ സ്ഥലത്തേക്കുള്ളൂ. അല്ലെങ്കിൽ തക്കലയിൽ നിന്ന് ഇങ്ങോട്ട് പ്രൈവറ്റ് ബസ് അവൈലബിൾ ആണ്. അപ്പോൾ 50 രൂപയായിട്ടോ ഇവിടുത്തെ എൻട്രി ഫീസ്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ചേട്ടൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്ന് രാജാവിന്റെ സഹോദരിമാര് തേരോട്ടം കാണുന്ന സ്ഥലം, രഥോത്സവങ്ങള്, ഘോഷയാത്രകള്, അമ്പലങ്ങളുടെ ഉത്സവങ്ങള്, പരേഡൊക്കെ കാണാനായിട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവരിവിടെ നിന്ന് നോക്കുന്നത് പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ നിന്ന് എല്ലാവരും നമുക്ക് പുറത്തേക്ക് നോക്കാൻ പറ്റും. പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഉള്ളിൽ നിൽക്കുന്നവരെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് കാര്യം. തമ്പുരാട്ടിമാരൊക്കെ ഈ ജനലിൽ കൂടെയാണ് പുറത്തേക്ക് നോക്കിയിരുന്നത്. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം ഈ പാലസൊക്കെ ചുറ്റിക്കണ്ടു ഞാനും വൈശാഖും. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഏതാണ്ട് 2 മണിയായി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു തമിഴ്നാട് മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെജ് മീൽസ്. കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇത്തവണ നമ്മുടെ യാത്ര നെയ്യാറ്റിൻകരയിലേക്കാണ്. ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയിലുള്ള ചെങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരാൾക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിലാണ്. 111 ഫീറ്റാണ് ഉയരം. അതുകൊണ്ട് തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ഇടം പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത തിരുവനന്തപുരം യാത്രയിൽ ഈ ചെങ്കൽ മഹാദേവ ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ ആ ട്രെയിൻ ഒന്ന് കിടക്കുന്നു അവിടെ. സാധാരണ ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ട്രെയിനാണ്. കന്യാകുമാരിയിൽ നിന്നും ആസാമിലെ ദിബ്രുഗഡ് വരെ. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിന് വരാൻ കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.